അപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ ബി ജെ പിയിലേക്ക് പോകാൻ, അടുത്ത അധികാര കേന്ദ്രത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകളായിരുന്നു. ഇവിടെയും ഈ എം പിമാരുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. ISFും അതുപോലെ തന്നെ CPMും കൂടെയുള്ള സഖ്യത്തിന് അവിടെ കിട്ടിയിരിക്കുന്നത് ഒരേ ഒരു വോട്ടാണ്. 660 വോട്ടുകളിൽ ഏകദേശം 630-ലധികം വോട്ടുകൾ BJPക്ക് കിട്ടിയിരിക്കുന്നു. അതായത് ഒരു പാർട്ടി തോൽക്കുകയും മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്യുന്ന സമയത്ത് അധികാരത്തിൽ വന്ന പാർട്ടി തോറ്റ പാർട്ടിയുടെ പാർട്ടി ഓഫീസുകൾ മുതൽ പാർട്ടി പ്രവർത്തകരെ വരെ ക്രൂരമായി വേട്ടയാടുകയും തച്ച് തകർക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുക. അതായത് ബംഗാളി പ്രൈഡിനെ തകർത്തുകൊണ്ട് BJP ചെയ്യുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്നൊരു ഐഡിയോളജിയാണ് പ്രവർത്തിക്കുന്നത്. നമസ്കാരം, ഇൻ ബിറ്റ്വീനിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ വലിയ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. ഒരു പക്ഷത്ത് BJP അധികാര സ്വാധീനം വർദ്ധിപ്പിക്കുന്നു, മറ്റൊരു വശത്ത് തൃണമൂൽ കോൺഗ്രസിൽ മുൻബംഗമില്ലാത്ത വലിയൊരു പ്രതിസന്ധി ഉരുൾപൊട്ടുകയാണ്. ഒരുപക്ഷെ എക്കാലത്തെയും തൃണമൂലിൻ്റെ സമുന്നത നേതാവായിരുന്ന മമതാ ബാനർജിയുടെ അധികാരം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. എന്താണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാവി? ദേശീയ രാഷ്ട്രീയത്തിൽ മമതയുടെ പ്രസക്തി എന്താണ്? ഈ വിഷയമാണ് ഇന്ന് ഇൻ ബിറ്റ്വീനിൽ ചർച്ച ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീനിലേക്ക് സ്വാഗതം. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ മമതയുടെ പ്രസക്തി എന്നൊക്കെ പറയുണ്ടായി. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഏറ്റവും അടുത്ത ഇവൻറ്റുകളിലാണ് നമ്മൾ തുടങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. 20 MP-മാർ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുവദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തൊരു കത്ത് ഇന്ന് പുറത്തായിട്ടുണ്ട്. അതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, മമതയുടെ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ, സയോനി ഘോഷും പത്താനും അടക്കമുള്ള ആളുകൾ, യൂസഫ് പത്താനും അടക്കമുള്ള ആളുകൾ ആ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് സൗഗത് റോയ് പറയുന്നു, മമതയുടെ ഏറ്റവും വിശ്വസനായ സൗഗത് റോയ് പറയുന്നു, ഇവിടെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ ഒരു പ്രതിസന്ധി തന്നെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വലിയ ഒരു പ്രതിസന്ധി, ഒരു ഉരുൾപൊട്ടൽ തന്നെ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നടക്കുന്നുള്ളതാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ഭരണത്തിനപ്പുറം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പാർട്ടിയുടെ ഭാവി എന്താവുമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് സത്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല, പശ്ചിമ ബംഗാളിൻ്റെ ഒരു പൊതു സ്വഭാവമാണോ ഇങ്ങനെ? പശ്ചിമ ബംഗാളിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം 25 വർഷം കൊണ്ടാണ് കോൺഗ്രസ് അതിൻ്റെ ഒരു വലിയ പതനം നേരിട്ടത്. 47-ന് ശേഷം കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു ബംഗാളിലുണ്ടായിരുന്നത്. ഒരു 5 വർഷം കോൺഗ്രസിൽ നിന്ന് വിമതനായി ഇറങ്ങിയ ഒരു നേതാവും അതുപോലെ തന്നെ അജയ് എന്ന് പറയുന്ന നേതാവും ബംഗ്ലാ കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ട് ഇടതുപക്ഷവുമായി ഒരു സഖ്യമുണ്ടാക്കിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെൻറ് അധികാരത്തിൽ വരികയുണ്ട്. 5 വർഷമാണ് നീണ്ടത്. 72 ആ ഭരണം സിദ്ധാർത്ഥ ശങ്കറായുടെ നേതൃത്വത്തിൽ തിരിച്ചുപിടിക്കുകയും 77 വരെ ആ ഭരണം മുന്നോട്ട് പോവുകയും ചെയ്തു. ഏകദേശം കോൺഗ്രസിൻ്റെ ഒരു സമഗ്രാധിപത്യമാണ് 77 വരെ ഉണ്ടായിരുന്നതെന്ന് പറയും. ഈ 5 വർഷം ഒഴികെ പിന്നീട് വന്നത് ഇടതുപക്ഷമായിരുന്നു. CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സഖ്യമായിരുന്നു പിന്നീട് അധികാരത്തിൽ വന്നത്. 77 അധികാരത്തിൽ വന്ന അവർ 34 വർഷമാണ് ബംഗാളിനെ അടക്കി ഭരിച്ചതെന്ന് നമുക്ക് പറയാം. അക്ഷരാർത്ഥത്തിൽ ബംഗാളിനെ അടക്കി ഭരിക്കുകയായിരുന്നു. കോൺഗ്രസ് വളരെ ദയനീയമായ തരത്തിൽ ഉള്ള അവസ്ഥയിലേക്ക്, പതനത്തിലേക്ക് പോവുകയുണ്ടായി. എല്ലാ മേഖലകളിലും ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും സർവാധിപത്യം ബംഗാളിനെ അടക്കി ഭരിച്ചു. നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, എവിടെ മാറിയാലും ബംഗാൾ വീഴില്ല എന്നായിരുന്നു അക്കാലത്തെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ഒരു വർത്തമാനം അങ്ങനെയായിരുന്നു. പക്ഷേ ബംഗാൾ വീണു, തൊട്ടു പിന്നാലെ ത്രിപുരയും വീണു എന്നുള്ളതാണ് സംഭവിച്ചത്. ഇപ്പോൾ കേരളത്തിലും വീണിരിക്കുന്നു. ഫലത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അധികാരമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 34 വർഷം ഇവരെടുത്തു, കോൺഗ്രസ് 25 വർഷം എടുത്തുവെങ്കിൽ മമത വീഴാനെടുത്തത് 15 വർഷമായിരുന്നു. ഈ 15 വർഷം കൊണ്ടാണ് മമതാ ബാനർജിയുടെ ഭരണം അവസാനിക്കുന്നത്. മമതാ ബാനർജിയും ഈ പറഞ്ഞതുപോലെ അവരുടെ ഈ 2011 അവർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് കോൺഗ്രസും ഒക്കെ അവരുടെ സഖ്യത്തിലുണ്ടായിരുന്നു. ആ സഖ്യത്തോടു കൂടിയാണ് ഈ ബംഗാളിൻ്റെ ഭരണം ഇടതുപക്ഷത്തിൽ നിന്ന് ഇവർ പിടിച്ചെടുക്കുന്നത്. അങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു സമയത്ത്, അതിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നീട് കോൺഗ്രസിനെയും അവർ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. UPA സർക്കാരിൽ മന്ത്രിയായിരുന്നു, UPAക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനെ ബംഗാളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് അവർ ചെയ്യുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ ആധിപത്യം ആയിരുന്നു 15 വർഷക്കാലം ബംഗാളിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതാണ് തകർന്നു വീണത്. അത് തകർന്നു വീഴുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിനപ്പുറത്തേക്ക് ആ പാർട്ടിയുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വളരെ മുതിർന്ന നേതാക്കന്മാരായ സൗഗത് റോയിയും കല്യാൺ ബാനർജിയും അടക്കമുള്ള ആളുകൾ
ഈ പാർട്ടിയുടെ നിലനിൽപ്പ് വലിയ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് പാർട്ടി നേരിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പാർലമെൻറ്റിനകത്ത് 29 എം പിമാരിൽ 20 പേർ മമതയ്ക്കെതിരായ ഒരു ഗ്രൂപ്പായി പുറത്തുനിന്ന് BJPയെ പിന്തുണയ്ക്കുമെന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നു. പശ്ചിമബംഗാൾ നിയമസഭയിൽ 80-ൽ 60ഓളം അംഗങ്ങൾ മമതയ്ക്കെതിരെയുള്ള പ്രതിപക്ഷ സഖ്യമായി അവർ സ്വതന്ത്രമായി മാറിയിരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ മമത നിലനിൽപ്പ് തന്നെ നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പശ്ചിമബംഗാളിൻ്റെ അങ്ങത് പറഞ്ഞു വന്നപ്പോഴാണ് പശ്ചിമബംഗാളിൽ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ടല്ലോ. പലപ്പോഴും കേരളത്തിലുള്ള പല കോൺഗ്രസ്സുകാരും ചരിത്രം അറിയാതെ ആയിരിക്കും ഒരു പക്ഷേ പല ആളുകളും പറയുന്നുണ്ടാവുക. കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കുമ്പോൾ CPM കുറിച്ചൊക്കെ പറയുമ്പോൾ കേരളം ബംഗാളാവും എന്നുള്ള രീതിയിലാണ് പറയുക. സത്യത്തിൽ CPM ബംഗാളിൽ അറ്റിടുന്നതിന് മുമ്പ് തന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള രീതിയിൽ ബംഗാളിൽ അപ്രത്യക്ഷമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന് എനിക്ക് തോന്നുന്നത് വളരെ ദുർബലമായ CPM-നേക്കാൾ ദുർബലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങ് പറഞ്ഞു 2016 വരെയാണ് അതെ കോൺഗ്രസും CPM-ഉം ഒരു പരിധിവരെ അവിടെ പിടിച്ചു നിന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളിലെ കൗതുകങ്ങൾ അതൊക്കെയാണ്. പലപ്പോഴും ഈ ചരിത്രം അറിയാതെ ആയിരിക്കും പല ആളുകളും പറയുന്നുണ്ടാവുക നിങ്ങൾ ബംഗാളിലെ പോലെ ആവും ഇവിടെയും എന്നുള്ളത്. ബംഗാളിൽ ഇവരെക്കാൾ മുന്നിൽ ഇവരെ പോലെ തന്നെ ആയ ആളുകളാണ് ഇത് പറയുന്നതെന്നുള്ളൊരു ഐറണിയുണ്ട്, സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ബംഗാളിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ പാർട്ടികൾ ഓരോന്നായി ഭരിക്കുന്നു. നീണ്ട കാലയളവ് ബംഗാളിലെ ജനങ്ങളുടെ പാർട്ടിയെ പിന്തുണയ്ക്കുന്നു. അത് കഴിയുമ്പോൾ ആ പാർട്ടിയെ വിസ്മൃതിയിലേക്ക് തള്ളുന്നു. ഒരുപക്ഷെ ഒരു ശവക്കോട്ടയിലേക്ക് തള്ളുന്ന പ്രതീതിയാണ്, ഒരു അടക്കം നടത്തി കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്രതീതിയാണ്. കോൺഗ്രസ് പോയി, CPM പോയി, തൃണമൂൽ വീഴുന്നു. തൃണമൂൽ വീഴുമ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൗതുകമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് തൃണമൂലിലുണ്ടായിട്ടുള്ളൊരു ഭിന്നത. ഏകദേശം 26 ദശലക്ഷം ആളുകളുടെ വോട്ടാണ് 80 സീറ്റുകളിലായി തൃണമൂലിന് ഇത്തവണ കിട്ടിയത്. അത്രയും ജനങ്ങൾ തൃണമൂലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. 80 സീറ്റുകളുള്ള 280 സീറ്റുകളുള്ള ഒരു പ്രതിപക്ഷം താരതമ്യേന ശക്തി ആർജിക്കേണ്ടതാണ്. മറ്റു പാർട്ടികളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു സഖ്യം ശക്തി ആർജിക്കേണ്ടതാണ്. തൃണമൂൽ ഒരു പക്ഷേ കരുത്ത് സംഭരിച്ച് തിരിച്ചു വരുവാനുള്ളൊരു സ്പേസും അവിടെ ഉണ്ട് ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ എന്താണ് തൃണമൂൽ സംഭവിക്കുന്നത് അപ്പോഴാണ് നമുക്ക് കൗതുകമുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ സവിശേഷമായി കാണേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ സാധാരണ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല 2026 ബംഗാളിൽ നടന്നത്. ഏതാണ്ട് 27 ലക്ഷം ആളുകളുടെ വോട്ടവകാശം മാറ്റി നിർത്തിക്കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 27 ലക്ഷം ആളുകൾക്ക് വോട്ടവകാശം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ബംഗാളിൽ വോട്ടെടുപ്പ് നടന്നത്. SIR-ന് ശേഷമുള്ളൊരു സ്ഥിതി അതായിരുന്നു. ഇത് വലിയ തോതിൽ മമതയുടെ ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൽ അതിനെ ബാധിച്ചു എന്നുള്ള പിന്നീട് പഠനങ്ങൾ വെളിച്ചെടുത്തു വരികയുണ്ടായി. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ആൾട്ട് ന്യൂസ് ഇന്നലെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെളിപ്പെടുത്തലനുസരിച്ചിട്ട് ഒരു ബൂത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ബൂത്തിലെ കണക്ക് അവർ പുറത്തുവിടുന്നുണ്ട്. അതിൽ കണക്ക് വളരെ വിചിത്രമാണ്. തൃണമൂൽ കോൺഗ്രസ്സിന് 6 വോട്ടാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു മുസ്ലിം ബേസുള്ള ഒരു ISF-ഉം അതുപോലെ തന്നെ CPM-ഉം കൂടെയുള്ള സഖ്യത്തിന് അവിടെ കിട്ടിയിരിക്കുന്നത് ഒരേ ഒരു വോട്ടാണ്. 660 വോട്ടുകളിൽ ഏകദേശം 630-ലധികം വോട്ടുകൾ BJPക്ക് കിട്ടിയിരിക്കുന്നു. ഒരു മുസ്ലിം ഭൂരിപക്ഷ കഥയിൽ ഒരു സാധനം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ കഥയുടെ ഒപ്പം തന്നെ ഒരു വോട്ട് കിട്ടിയ ആൾ CPM-ന് ഒരു വോട്ട് കിട്ടിയത് ആ വാർഡിലെ CPM-ൻ്റെ നമ്മുടെ പോളിംഗ് ബൂത്ത് ഏജൻ്റ് ആയിരുന്നു ഈ ബന്ധപ്പെട്ട അലി എന്ന് പറയുന്ന കക്ഷി. അലിയുടെ ഒരു വീഡിയോയും ഇതിനൊപ്പം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അലി വോട്ട് ചെയ്യുന്നു, അലിയുടെ ഭാര്യയും 2 പെൺമക്കളും. അപ്പോൾ അലി ആണായിട്ട് പറയുന്നുണ്ട് അലി വോട്ട് ചെയ്ത CPM-നാണ്, അലിയുടെ ഭാര്യയും 2 പെൺമക്കളും വോട്ട് ചെയ്ത CPM-നാണ്. ആ 3 വോട്ടുകൾ CPM-ന് കിട്ടേണ്ടിരുന്ന 4 വോട്ടുകളാണ് ഏറ്റവും കുറഞ്ഞത്. ആ 3 വോട്ടുകൾ പോലും അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. അലിയുടെ വീഡിയോ ഇന്നലെ തൊട്ട് വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യും. ഞാൻ അതിൻ്റെ ആഡ് ചെയ്തതാണ്, അങ്ങേക്ക് തുടരാം. അപ്പോൾ അതൊരു ഉദാഹരണം മാത്രമാണ് എങ്ങനെയാണ് ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് പിടിച്ചെടുത്തത്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴും അത് സുപ്രീം കോടതിയിൽ കേസായും രാഷ്ട്രീയ വിഷയമായി ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഉദാഹരണമായി ഞാൻ പറഞ്ഞതാണ്. ഒരു ബൂത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ പിടിച്ചെടുത്തു എന്നുള്ളൊരു ഉദാഹരണം. ഈ തെരഞ്ഞെടുപ്പ് കേസുകൾ നിരവധിയായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പല്ല ഈ നടന്നത്. അപ്പോൾ ഈ 30 ലക്ഷം വോട്ടിൻ്റെ ഡിഫറൻസാണ് ഈ തൃണമൂലും BJPയും തമ്മിൽ ഏകദേശം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഡിഫറൻസിൽ വന്നിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ 27 ലക്ഷം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടും മറ്റൊരു 60 ലക്ഷം ആളുകളുടെ മരിച്ചവരും അല്ലെങ്കിൽ വോട്ട് മാറ്റിയവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വേറെയുമുണ്ട്. മൊത്തത്തിലൊരു 90 ലക്ഷം ആളുകൾ. ഇതിൽ 27 ലക്ഷം ആളുകളുടെയാണ് വളരെ ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിൽ ഏകദേശം 1500 ചില്ലാനം ആളുകൾക്ക് മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ പരാതി കൊടുത്ത് രേഖകൾ ഹാജരാക്കി വോട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ നടന്നത്. അപ്പോൾ ഈ തൃണമൂല് പൂർണ്ണമായും തകർന്നു എന്ന് പറയുകയല്ല,
തൃണമൂലിനെ പൂർണ്ണമായും തകർക്കുകയാണ് ചെയ്തത്. അത് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഔദ്യോഗിക സംവിധാനങ്ങൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് തുടങ്ങിയ ഔദ്യോഗിക സംവിധാനങ്ങളുമൊക്കെ ചേർത്ത് നടത്തിയ ഒരു വലിയ അട്ടിമറി തന്നെയാണ് നടന്നത്. ഈ തൃണമൂലിൻ്റെ തകർച്ചയെക്കുറിച്ച് പറയുമ്പോഴേ ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാവും, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ തോൽപ്പിച്ച് തകർത്ത് കളയാൻ പറ്റുമോ? അതിൻ്റെ പോരാട്ട വീര്യം തിരിച്ചുണ്ടാവില്ല, ആ പാർട്ടി തിരിച്ച്. തൃണമൂലിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഒരു രീതി എന്താണെന്നും കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ. തൃണമൂൽ എന്ന് പറയുന്നത് സത്യത്തിൽ മമതാ ബാനർജിയുടെ മാത്രം ഇമേജിന് കീഴിൽ അധികാര സ്വാധീനങ്ങളുടെ പരിലാളനയോടുകൂടി വളർന്നു വന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അധികാരം വേണം, മമതാ ബാനർജിയുടെ ഇമേജ് വേണം. ഇത് രണ്ടുമില്ലെങ്കിൽ ഈ പാർട്ടിയില്ല. അപ്പോൾ മമതാ ബാനർജിയുടെ ഇമേജ് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നുന്നത് അഭിഷേക് ബാനർജിയുടെ വരവാണ്. മമതാ ബാനർജിയുടെ അനന്തരവനായിട്ടുള്ള അഭിഷേക് ബാനർജിനെ വലിയ രീതിയിൽ മമതാ ബാനർജിയുടെ ഒരു പിൻഗാമിയായിട്ടൊക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ ബംഗാളിലുണ്ടായിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അത് നടന്നിരുന്നു. അപ്പോൾ മമതാ ബാനർജിയുടെ ഇമേജ് ഒരു ഫെയർലെസ് ആയിട്ടുള്ള കരുത്തയായ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറയുന്നൊരു സ്ത്രീ എന്ന നിലയ്ക്ക്, ജയപ്രകാശ് നാരായണൻ്റെ കാറിൻ്റെ മുകളിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന, നൃത്തം ചെയ്യുന്ന, പ്രതിഷേധിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു കാലത്ത് ബംഗാളിൻ്റെ യുവജനങ്ങൾക്ക് അത്രയധികം ത്രസിപ്പിക്കുന്ന ഒരു നേതൃത്വം കൊടുത്ത ഒരു വനിതാ നേതാവ്, കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസ് ബംഗാളിലെ യുവത്വത്തിന് തന്നെ പറയണേ. കാരണം അക്കാലത്ത് കോൺഗ്രസ്സിന് കോൺഗ്രസ് അവിടെ ബംഗാളിൽ അക്കാലത്തെ യുവത്വം എന്ന് പറയുന്നത് ഇടതുപക്ഷമായിരുന്നു. ഒന്ന് ഇടതുപക്ഷം, ഔദ്യോഗികമായ ഇടതുപക്ഷവും CPM-ഉം ശരിയാണ്, കമ്മ്യൂണിസ്റ്റുകാരും, അതുപോലെ തന്നെ നക്സൽബാരി കലാപത്തിന് ശേഷമുള്ള 70-കൾ ഉണ്ട്. ആ 70-കളിലെ യുവത്വമാണ് ഈ ബംഗാളിലെ യുവത്വം എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുന്ന ചരിത്രത്തിലേ, അതായത് ഈ മമതയുടെ ഈ ഫിയർലെസ് ആയിട്ടുള്ള മമതയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കടന്നുവരവ്, ആ ഒരു കടന്നുവരവിനോടുള്ള പിന്നീട് ബംഗാളിൻ്റെ ഒരു ആരാധനയുണ്ട്, ബംഗാളിന് അതിനോടുള്ള ഒരു അനുഭാവമുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് പിന്നീട് മമതയ്ക്ക് വോട്ടാവുന്നത്. ഏകപക്ഷീയമായി ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ കൂടിയുണ്ട്. പിന്നെ സിംഗൂർ നന്ദിഗ്രാമിലൊക്കെ, സിംഗൂരും നന്ദിഗ്രാമിലും വലിയ തോതിലുള്ള കുടിയിറക്കുകൾ യഥാർത്ഥത്തിൽ ആ സമരത്തിലുള്ള ഇടപെടലായിരുന്നു. ആ ഇടപെടൽ എന്ന് പറയുന്നത് സമരത്തിൽ നേരിട്ട് പോയി ഇടപെടുകയായിരുന്നു മമതാ ബാനർജി ചെയ്തത്. അന്നത്തെ SUCI, അതുപോലെ തന്നെ CPI-ML പോലുള്ള സംഘടനകൾ, മറ്റ് പൗരാവകാശ സംഘടനകൾ, എഴുത്തുകാർ, ഇവരുടെയൊക്കെ വലിയ ഒരു പിന്തുണ നിരാഹാരം ഇരിക്കുന്നുണ്ട്. ആ സമരത്തിലുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ മമതയുടെ ജനകീയമായ പിന്തുണയായി മാറിയത്. മറ്റൊന്ന്, മുസ്ലിം ജനവിഭാഗങ്ങൾ മമതയോടൊപ്പമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് മമതയെ ഒരു വലിയ, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് മമത എന്ന് പറയുന്ന വലിയൊരു ഇമേജ്, ആ ഇമേജ് ടാർണിഷ് ചെയ്യപ്പെടുന്നു, ആ ഇമേജ് തകർക്കപ്പെടുന്നു. അത് BJPയുടെ കൃത്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം മമതയെ സംബന്ധിച്ചിടത്തോളം മമതയ്ക്ക് പറ്റാവുന്നതെല്ലാം ഇത്തവണയും പയറ്റിയിട്ടുണ്ട്. കൊൽക്കത്തയിലെ വിഷയങ്ങളടക്കം ബംഗാളിലെ എല്ലാ സ്ഥലങ്ങളിലും നടന്ന് പ്രചാരണം നടത്തുകയും SIR-നെതിരെ ശക്തമായ നേരിട്ട് കോടതിയിലെത്തി പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ മമതയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടും മമതയുടെ ഇമേജിനെ തകർക്കാൻ BJPക്ക് ആവുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ബംഗാളിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് കുറേ കാലം ഒരാളെ എടുത്തുകൊണ്ട് നടന്നിട്ട് കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദീർഘകാലം ഒരാൾ അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയച്ചോർച്ച, മൂല്യച്യുതിയൊക്കെ അതിന് കാരണമായേക്കാം. എങ്കിലും ആ ഒരു പ്രവണത മമതയുടെ കാര്യത്തിലും ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം. അപ്പോൾ മമതയെ ആ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി BJP വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അത് മമതയ്ക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു. പക്ഷേ മമതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്കുകളൊന്നായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അഭിഷേക് ബാനർജിയുടെ ഈ ഒരു പ്രതിഷ്ഠയാണ്. ഒന്നാമത്. 2, SIR എന്ന് പറയുന്ന വലിയൊരു കെണി BJP ഒരുക്കിയിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും പാർട്ടിയിൽ, സ്വന്തം പാർട്ടിയെ ഒപ്പം നിർത്തുന്നതിൽ മമതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ചകളൊന്ന് അഭിഷേക് ബാനർജി. അത് സാങ്കേതികമായത് ശരിയാണ്, പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അത് മാത്രമല്ല. മറിച്ച് ഈ അഭിഷേക് ബാനർജിയെ ചൂണ്ടിക്കാട്ടിയാണ് പല നേതാക്കന്മാരും, സുവേന്ദു അധികാരിയൊക്കെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, മുകുൾ റോയ് അടക്കമുള്ള ആളുകളൊക്കെ പോയതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇവർ BJPയിലേക്ക് പോകുന്നത് വലിയ അവസരങ്ങൾ നോക്കിക്കൊണ്ടാണ്. അപ്പം സുവേന്ദു അധികാരി ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായി. ഈ ഒരു അവസരത്തിന് വേണ്ടി ദീർഘകാലമായി അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് അഭിഷേക് ബാനർജി ഉള്ളിടത്തോളം നടക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. പക്ഷേ BJP ഒരു ചൂണ്ടയിട്ടപ്പോൾ അതിൽ ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ കൊളുത്തി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ BJPയിലേക്ക് പോകാൻ, അടുത്ത അധികാര കേന്ദ്രത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകളായിരുന്നു. ഇവിടെയും ഈ MP-മാരുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. MP-മാരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താ, BJPക്ക് ഇനിയുള്ള ചില നിയമനിർമ്മാണങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ, പുതിയ ബില്ലുകൾ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡീലിമിറ്റേഷൻ ബില്ല്, അതുപോലെ തന്നെ വനിതാ സംവരണ ബില്ല്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, BJPക്ക് വലിയ സാധ്യതകൾ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇനി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ
2 ഭൂരിപക്ഷം എന്നുള്ളൊരു കടമ്പ കടക്കേണ്ടി വരും. അപ്പോൾ അതിന് വളരെ ബോധപൂർവമായി എം പിമാരെ പിടിച്ചെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ രാജ്യസഭയിലെ 3 എം പിമാർ, തൃണമൂലിൻ്റെ എം പിമാർ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇന്നത്തെ ബംഗാളിൻ്റെ അവസ്ഥയിൽ രാജ്യസഭയിൽ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം 202 സീറ്റോളം BJPക്ക് അവിടെ ബംഗാളിലുണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ രാജിവെച്ചു എന്ന് പറയുന്നത് ഇവരോടുള്ള പ്രതിഷേധം മാത്രമല്ല, പുതിയ അവസരങ്ങൾ കിട്ടുന്നു. ഒരു തകർന്ന പാർട്ടിയോടൊപ്പം ഇനി നിന്നിട്ട് കാര്യമില്ല, ആ കപ്പൽ മുങ്ങി, ഇനി അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അടുത്ത കര പിടിക്കുക എന്നുള്ള നിലയ്ക്കാണ് അവർ പോകുന്നത്. ഇതിനകത്ത് മറ്റൊരു സൈക്കോളജിയും കൂടെ ചർച്ച ചെയ്യേണ്ടതില്ലേ? ഇപ്പോൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പറയാം. അതായത് അഭിഷേക് ബാനർജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മമത പ്രൊപ്പഗേറ്റ് ചെയ്ത് നിർത്തുന്നു. അഭിഷേക് ബാനർജിയോട് ഇപ്പം ഇന്നലെ കല്യാൺ ബാനർജിയുടെ പ്രസ്താവന വരുന്നുണ്ട്. മമതയുടെ ഏറ്റവും വിശ്വസ്തരായ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് കല്യാൺ ബാനർജി. പറയുന്നു ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അഭിഷേക് ബാനർജി. അതേപോലെ തന്നെയാണ് കേന്ദ്രത്തിൽ നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ പറയുന്ന ലോക്സഭയിലുള്ള എം പിമാരടക്കമുള്ളവർ അഭിഷേക് ബാനർജിയോടാണ് പ്രശ്നം. അഭിഷേക് ബാനർജിയുടെ പ്രശ്നത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമുള്ളത് അദ്ദേഹം ബംഗാൾ രാജ്യത്ത് നടത്തിയ പരിഷ്കാരം. ബാനർജി ആണോ യഥാർത്ഥ പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അഭിഷേക് ബാനർജി BJPയിലേക്കുള്ള കൂറുമാറ്റത്തിന് അഭിഷേക് ബാനർജിയെ ചൂണ്ടിക്കാണിക്കുകയാണോ? അതാണ് അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം അഭിഷേക് ബാനർജി ചൂണ്ടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരുപക്ഷെ ഈ പാർട്ടിനെ ഒന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അഭിഷേക് ബാനർജി. അഭിഷേക് ബാനർജിനെ ചൂണ്ടിയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനോട് ഒരു എപ്പി സെൻ്ററാണ് ഇപ്പോൾ അഭിഷേക് ബാനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒരു പക്ഷേ മമതയുടെ മുൻപിലുള്ള വഴികളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ അഭിഷേക് ബാനർജി എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നത്. അത് അഭിഷേക് ബാനർജിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ ചിത്രം നടക്കുന്നു. പല ആളുകളും ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഋതപ്രത ബാനർജിയെ കുറിച്ച് പറയാതെ പോയി. ഋതപ്രത ബാനർജി ഒരു പ്രതിപക്ഷ നേതാവായിട്ട് സ്വയം അവരോധിച്ചുകൊണ്ട് 58 MLA ബാനർജി എന്ന് പറയുന്നത് CPMൻ്റെ നേതാവായിരുന്നു. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ആഡംബരത്തിൻ്റെ പേരിലായിരുന്നു. അതിൻ്റെ ആഡംബരവും അച്ചടക്കലംഘനത്തിൻ്റെ ഒക്കെ പേരിലാണ് പുറത്താക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഒരാളാണ്. നമ്മൾ ഈ പാർട്ടി കൂറുമാറ്റങ്ങളുടെ ഒരു ചരിത്രം, ഇപ്പോൾ നമ്മൾ ആളുകൾ BJPയിലേക്ക് തൃണമൂലിൽ നിന്ന് ഒഴുകിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ഈ 2011 സംഭവിച്ചത്, CPMൻ്റെ തകർച്ചയ്ക്ക് ശേഷം സംഭവിച്ചത്, CPMൽ നിന്ന് ഉൾപ്പെടെയുള്ള MLAമാരും നേതാക്കന്മാരുമായ ആളുകൾ തൃണമൂലിലേക്കും പോയിട്ടുണ്ട്. അണികൾ വലിയ തോതിൽ പോയിട്ടുണ്ട്. അവരുടെ പാർട്ടി ഓഫീസുകൾ പിടിച്ചു കൊടുക്കുകയും തല്ലിത്തകർക്കുകയും ചെയ്യുന്നതിൽ CPMകാരായ ആളുകൾ തന്നെ പങ്കുവച്ചിട്ട് ഇന്ന് BJP എന്താണോ ചെയ്യുന്നത് അതാണ് അന്ന് തൃണമൂൽ അന്ന് CPMനോട് ചെയ്തത്, അതാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ഇപ്പോൾ നടക്കുമ്പോൾ ഈ പറയുന്ന അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഋതപ്രത ബാനർജി തൃണമൂലിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ്. തൃണമൂലിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഋതപ്രത ബാനർജി 58ലധികം MLAമാരെ 60ഓളം MLAമാരുടെ പിന്തുണയോടുകൂടി ആണ് അവിടെ പ്രതിപക്ഷ നേതാവായി മാറിയത്. എന്ന് ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യം, പാർട്ടിയുടെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് പ്രതിപക്ഷ നേതാവാകാൻ കഴിയുക, ആ പാർട്ടിയുടെ പേരിൽ പ്രതിപക്ഷ നേതാവാകാൻ കഴിയുക നിയമപ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ 20 MPമാരുടെ കാര്യത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിയമപരമായി അവർക്ക് പിളരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പലരും പറയുന്നത്. നിയമപണ്ഡിതന്മാരായ ആളുകൾ അത്തരം സാധ്യതകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പിളർപ്പിലേക്ക് ഇനി എന്താണ് മമതയുടെ മുന്നിലുള്ള വഴി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ തൃണമൂലിനെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് മാത്രം ഇനി മമതയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ഇന്ത്യ അലയൻസിൻ്റെ മീറ്റിങ്ങുകളിൽ പലപ്പോഴും മമത കലഹിക്കുകയാണ് ഉണ്ടായത്. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, മമതയ്ക്ക് ബംഗാളിൽ സ്വതന്ത്രമായി നിൽക്കണം, അത് കോൺഗ്രസുമായിട്ടുള്ള വൈരുദ്ധ്യം മമതയ്ക്ക് വലിയ തോതിലുണ്ടായിരുന്നു. മറ്റൊന്ന്, കോൺഗ്രസ് മമതയെ വേണ്ടത്ര സഹായിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും മമതയ്ക്കുണ്ടായിരുന്നു. മമത ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ഈ അലയൻസിൻ്റെ ഒരു കൺവീനറായി മാറണം എന്നുള്ള നിർദ്ദേശങ്ങൾ ആദ്യഘട്ട മീറ്റിങ്ങുകളിലൊക്കെ ഉയർന്നു വന്നിരുന്നു. അത് കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല. അതിലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇവർ സഖ്യത്തിലുണ്ടെങ്കിലും മിക്കവാറും ആ സഖ്യവുമായി കലഹിച്ചാണ് നിന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന മീറ്റിങ്ങിൽ മമതാ ബാനർജി വളരെ ആവേശപൂർവ്വം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും സോണിയാഗാന്ധി കെട്ടിപ്പിടിക്കുകയും സോണിയാഗാന്ധിയുമായി ഒരു ചർച്ച നടത്തുകയും ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസം സംഭവിച്ചത് അഭിഷേക് ബാനർജി രാഹുൽ ഗാന്ധിയുമായി ദീർഘമായൊരു സംഭാഷണം നടത്തി. അപ്പോൾ അത് ചില മാധ്യമങ്ങൾ പറഞ്ഞത് കോൺഗ്രസ്സിലേക്ക് മമത തിരിച്ചു പോകുന്നു, കോൺഗ്രസ്സിലേക്ക് ലയിക്കാൻ സാധ്യതയുണ്ട്, മമതയ്ക്ക് ദേശീയ വൈസ് പ്രസിഡന്റ് സംഘത്തടക്കമുള്ള ആളുകൾ ഇപ്പോഴും അത് സ്ഥാനം കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ലയനം ഒന്നുള്ള സാധ്യതകളൊന്നുമില്ല. ഒരു ഫാസിസ്റ്റ് ശക്തിക്കെതിരെയുള്ള ഒന്നിക്കൽ ബംഗാളിൽ ആവശ്യമായതിൻ്റെ ഭാഗമായിട്ടാണ് ആ ചർച്ചകൾ നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് മമതയുടെ മുന്നിലുള്ള ഒരു വഴി, മമത അതിജീവിക്കണമെങ്കിൽ, മമതയ്ക്ക് മാത്രമല്ല കോൺഗ്രസ്സിനും ബംഗാളിൽ ഇനി അതിജീവിക്കണമെങ്കിൽ
അവർക്ക് ഒരുമിച്ച് പോകുന്നതായിരിക്കും ഒരു വഴിയുള്ളത്. ആ വഴിയിലൂടെയാണ് അവർ സഞ്ചരിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് ഡൽഹി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. അല്ല, ഇതിനകത്ത് മറ്റൊരു കഥ കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. അതായത് ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ടോട്ടൽ കൺവേർഷനാണ് ബംഗാളിൽ നടക്കുക. അതായത് ഒരു പാർട്ടി തോൽക്കുകയും മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്യുന്ന സമയത്ത് അധികാരത്തിൽ വന്ന പാർട്ടി തോറ്റ പാർട്ടിയുടെ പാർട്ടി ഓഫീസുകൾ മുതൽ പാർട്ടി പ്രവർത്തകരെ വരെ ക്രൂരമായി വേട്ടയാടുകയും തച്ച് തകർക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുക. ഇന്നിപ്പോൾ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത്, അതായത് തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ BJP പ്രവർത്തകരായ ആളുകളുടെ വീട്ടിലേക്ക് വെള്ള സാരി കൊടുത്തയച്ച ഒരു വനിതാ നേതാവിനെ പിടികൂടിയിട്ട് ആളുകൾ വെള്ള സാരി പുതപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് ഭീഷണിപ്പെടുത്തിയതാണെന്നാണ് അവർ. അപ്പോൾ തിരിച്ചെന്ന് അവർ ആ ഭീഷണി നേരിടുകയാണ്. അപ്പോൾ BJP എങ്ങനെയാണോ ഈ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയും അധികാരം കൊണ്ടും കരുത്തുകൊണ്ടും ആ നാട് ഭരിച്ചത്, തിരിച്ച് അതേ കരുത്ത് അവർക്ക് മേൽ പ്രയോഗിക്കപ്പെടുകയാണ്. അപ്പോൾ നാമാവശേഷമാക്കുക ഭരിച്ചവരെല്ലാം ചെയ്തു. അതെ, നാമാവശേഷമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പഞ്ചായത്ത് മുതൽ നഗരസഭ മുതൽ കോർപ്പറേഷനുകൾ മുതൽ സകല സ്ഥലങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം പിടിമുറുക്കുകയും പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ച് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ ഇനി എങ്ങനെയാണ് ഈ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ പറ്റുക? വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലെ ഒന്നാമതാണ്. മറ്റൊന്ന്, ഈ കോൺഗ്രസ് നിലനിൽക്കുക എന്നുള്ളതാണ്. പാർട്ടി നിലനിൽക്കുക. അവിടെയാണ് കോൺഗ്രസിൻ്റെ ഒരു ക്രൂക്കഡ്നെസ്സും കൂടെ ഇതിനകത്ത് വരുന്നത്. അതായത് മമതയുടെ ഒരു കുരുട്ടുബുദ്ധിയും അതിലുണ്ടെന്ന് പറയാം. അതായത് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ മമതയെ സംബന്ധിച്ചിടത്തോളം മമതയുടെ 80 സീറ്റുകൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷവും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ നിന്നാണ്. നമ്മൾ ചുരുക്കി കാണുന്നു. അല്ല, അങ്ങനെ തന്നെ അത് പറയേണ്ടി വരും. കാരണം മമതയെ സംബന്ധിച്ചിടത്തോളം മമത കിട്ടിയിട്ടുള്ള സീറ്റുകളിൽ വലിയൊരു പങ്കും മുസ്ലിം മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണ മമതയുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, അതൊരു ബംഗാളി പ്രൈഡിൻ്റെ പാർട്ടിയായിട്ടാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിനെ അവതരിപ്പിച്ചത്. അപ്പോൾ അത് ബംഗാളികളുടെ മുഴുവൻ ഒരു വികാരമായി തൃണമൂൽ കോൺഗ്രസ് മാറിയിരുന്നു. അതിനെ നമ്മൾ മുസ്ലിം കൺസോളിലേക്ക് മുസ്ലിം ഇഷ്യൂസിൽ ഇപ്പം SIR ആണെങ്കിലും ശരി, CAA ആണെങ്കിലും ശരി, NRC ആണെങ്കിലും ശരി, ഈ വിഷയങ്ങളിലൊക്കെ മമതാ ബാനർജി മുസ്ലിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ മമതയോടൊപ്പവും നിന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ മാത്രം പിന്തുണയാണ്, അല്ലെങ്കിൽ അവരുടെ ബേസാണ് മമതയ്ക്കുള്ളതെന്ന് പറയുന്നത് ചുരുക്കി കാണാൻ. ഞാനത് പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ, മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിൽ നിന്നാണ് മമതയുടെ സീറ്റുകളിൽ കൂടുതൽ വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് TMCയുടെ. അങ്ങനെ വരുന്ന സമയത്ത് BJP പുറത്തു നിന്നുകൊണ്ട് മമതയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് ഒരു മുസ്ലിം പാർട്ടിയാണെന്നുള്ള രീതിയിൽ, പ്രോ മുസ്ലിം പാർട്ടി എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ആരോപണം അഴിച്ചു വിടുകയും അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബംഗ്ലാദേശികൾ എന്നൊക്കെയുള്ള രീതിയിലേക്ക് പല രീതിയിൽ കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് BJP ചെയ്യുന്നത്. ആ രീതിയിലൊരു വേട്ടയാടൽ കൂടെ മമത ഒരു പ്രചാരണ രീതിയാണല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ച സമയത്തുണ്ടായ ഒരു പ്രചാരണം നമുക്ക് ഓർമ്മയുണ്ട്. അതായത് മുസ്ലിം ലീഗിൻ്റെ കൊടി അന്നുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് UDFൻ്റെ ഘടകകക്ഷിയാണ്. പച്ചക്കൊടിയും മറ്റേ ചന്ദ്രക്കലയുമുള്ള കൊടിയാണ്. അപ്പോൾ അന്ന് ദേശീയ തലത്തിൽ അവർ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ്റെ കൊടിയാണ് ഇവർ കൊണ്ടു നടക്കുന്നത്, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൊണ്ടു നടക്കുന്നത് എന്നുള്ള ഒരു ആരോപണമുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഒരു വിഘടന ഇവിടെ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് മമതയ്ക്കെതിരെ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കലാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് മമതയ്ക്ക് ഇനിയുള്ള രക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ കോൺഗ്രസിനെ മമതയ്ക്കാണ് ആവശ്യം. കാരണം ബംഗാളിലെ ഒരു ഹെട്രോജീനസ് ആയുള്ള ഒരു മൾട്ടിറ്റ്യൂഡിനെ, വൈവിധ്യമാർന്ന ഹിന്ദു ഭൂരിപക്ഷമുള്ള, നമ്മൾ നേരത്തെ ബംഗാൾ ബാബുമാർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള വിവിധ ഹൈന്ദവ സമുദായങ്ങൾ ഉൾപ്പെടുന്ന, മുസ്ലിം സമുദായം ഉൾപ്പെടുന്ന വലിയൊരു ഹെട്രോജീനസ് മൾട്ടിറ്റ്യൂഡിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ ഇനി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒറ്റമുഖം കൊണ്ട് സാധിക്കില്ല. അതൊരു പക്ഷേ കോൺഗ്രസിൻ്റെ വലിയൊരു വൈഡായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് അതിന് സാധിക്കുകയുള്ളൂ. ആ ഒരു പ്രതിസന്ധി മമതയുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ മമതയേക്കാൾ മമതയ്ക്ക് കോൺഗ്രസിനെയാണ് ഇപ്പോൾ ആവശ്യമെന്ന്. കോൺഗ്രസിനും ദേശീയ തലത്തിൽ ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബംഗാളിൽ മാത്രമല്ല, മമതാ ബാനർജിക്ക് 5 സ്റ്റേറ്റുകളിൽ സ്വാധീനം ഉണ്ടായിരുന്നു. അവരുടെ ശക്തമായിരുന്ന സമയത്ത് ബംഗാൾ, അതുപോലെ തന്നെ ത്രിപുര, മണിപ്പൂർ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിൽ അവർക്ക് അന്ന് സ്വാധീനമുണ്ടായിരുന്നു. ഈ സ്വാധീനം വളരെ പ്രധാനപ്പെട്ട സ്വാധീനമാണ്. എന്ന് പറഞ്ഞാൽ ബംഗാൾ മുതലുള്ള വടക്ക് കിഴക്കൻ മേഖലകളിലുള്ള ഒരു സ്വാധീനമാണ്. അപ്പോൾ ഈ അസം, അപ്പോൾ ഈ ഇവിടെ എല്ലാം കോൺഗ്രസിനും വെല്ലുവിളി നേരിടുക. അവിടെയാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുള്ളത്. ഇതൊരു സ്ട്രക്ചേർഡ് പാർട്ടിയല്ല. ഇത് മമതയുടെ അധികാരവും മമതയുടെ പണവും മമതയുടെ അധികാര കേന്ദ്രങ്ങളിലെ സ്വാധീനവും വെച്ചിട്ടുള്ള ഒരു കൂട്ടായ്മ മാത്രമാണ്. അങ്ങനെ മാത്രമായി നമ്മൾ ചുരുക്കി കാണാം. അങ്ങനെ തന്നെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം. അത് തന്നെയാണ്. അത് ടാർണിഷ് ചെയ്യപ്പെടുന്നതോടുകൂടി നമ്മൾ അതിനെ വളരെ ലളിതമായി BJPക്കാർ പറഞ്ഞ വളരെ ലളിതമായി കാണുന്നു. അല്ല, ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അവർക്ക് അവരുടെ മാസ് ബേസ് ഉണ്ട്. ആ മാസ് ബേസ് അവരുടെ പണവും അവരുടെ അധികാരവും മാത്രമല്ല. അത് ബംഗാളിലൊരു മാറ്റം ആഗ്രഹിച്ച സമയത്താണ് ജനങ്ങൾ അവരോടൊപ്പം ചേർന്നത്. ഇവരുടെ ഒരു വലിയ പ്രവർത്തന പാരമ്പര്യവും അവരുടെ ഒരു നിർഭയമായ പ്രവർത്തനവും ജനകീയ സമരങ്ങളോടൊപ്പമുള്ള
അവരുടെ നിൽപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന ചില ജനവിഭാഗങ്ങൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങളോടൊപ്പം അതാണ് ഞാൻ പറഞ്ഞത്. മമത അവരെ നേതാവാക്കി മമതയിൽ മാത്രമാണ് പണവും അത് മാത്രമല്ല, മമത എന്ന് പറയുന്ന ബിംബവും അതിനോട് ചേർന്ന അധികാര കേന്ദ്രവും ആ അധികാര കേന്ദ്രത്തിൽ നിന്ന് വരുന്ന സപ്ലൈയുമാണ് ഈ സിസ്റ്റത്തെ. ബംഗാളി പ്രൈഡ് എന്ന് പറയുന്ന ഒരു സംഗതിയെ അവർ വളരെയധികം വളർത്തിയെടുത്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടാണ് മമത എന്ന നേതാവ് ഉണ്ടാകുന്നത്. അതിനെയാണ് ഇവർ തകർക്കുന്നത്. അതായത് ബംഗാളി പ്രൈഡിനെ തകർത്തുകൊണ്ട് BJP ചെയ്യുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്നൊരു ഐഡിയോളജിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ബംഗാളിനെ സംബന്ധിച്ച് ഈസി അല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ ഈസിയായി മാറിയിട്ടുണ്ട്. കാരണം ആനന്ദമഠം ഉൾപ്പെടെയുള്ള നോവലുകളുടെ വരവ് ബംഗാളിൽ നിന്നാണ്. അതുപോലെ വലിയ സംഘർഷങ്ങൾ നടന്ന ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ നടന്നൊരു പ്രദേശമായിരുന്നു പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളും വിശാല ബംഗാളും ഒക്കെ തന്നെ. അപ്പോൾ മഹാത്മാഗാന്ധി ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന കലാപങ്ങളിൽ ആ കലാപം കെടുത്താൻ വേണ്ടി ഗാന്ധി നേരിട്ടവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ പലതരത്തിൽ കോൺഗ്രസ് ആണെങ്കിലും പിന്നീട് വന്ന ഇടതുപക്ഷമാണെങ്കിലും തൃണമൂലാണെങ്കിലും ചേർത്ത് നിർത്തുകയായിരുന്നു. ഇതിനെ വിഭജിക്കുക എന്നുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് തൃണമൂലിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ തകർച്ച മാത്രമല്ല, മറിച്ച് ബംഗാൾ ജനത എങ്ങനെ ഈ വിഭജന രാഷ്ട്രീയത്തെ അതിജീവിക്കുമെന്നുള്ളൊരു വലിയ പ്രശ്നമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൃണമൂലാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും തിരിച്ചു വരാൻ കഴിയുന്നില്ല എങ്കിൽ വലിയ തോതിൽ ഈ പറയുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മറ്റു വിഭാഗങ്ങളും ഒക്കെ വലിയ തോതിലുള്ള നിലനിൽപ്പ് ഭീഷണി നേരിടുമെന്നുള്ളൊരു പ്രശ്നം. എനിക്ക് തോന്നുന്നു മമത അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധികളിൽ ഒന്ന് എന്ന് പറയുന്നത് ബംഗാളിലുള്ള വോട്ടർമാരുടെ വിശ്വാസം തിരിച്ചാർജിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് വലിയ ശ്രമകരമായൊരു കാര്യമാണ്. കാരണം അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സ്ട്രക്ചറുകളും തകർക്കപ്പെട്ടിരിക്കുന്നു, പാർട്ടി ഓഫീസുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു, നേതാക്കന്മാർ പലരും തിരിഞ്ഞു നിൽക്കുന്നു. പല നേതാക്കന്മാർ ഒരിക്കൽ നാട്ടിലെ വലിയ ഭീഷണിയായിരുന്ന അടക്കി ഭരിച്ചിരുന്ന പല നേതാക്കന്മാർക്കും 4, 3, 7 അണികളെ പോലും കൂട്ടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. സാഹചര്യങ്ങൾ പലതും മാറി മറിയുന്നു. പാർട്ടിയുടെ അടിസ്ഥാന മെഷീനറികൾ ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു. അതിനെ തിരിച്ച് കൊണ്ടുവരണം. മറ്റൊന്ന് എന്ന് പറയുന്നത് മമതയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായിട്ടോ മറ്റേതെങ്കിലും ദേശീയ പാർട്ടിയുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ച് അങ്ങനെ ഒരു നീക്കം നടത്തി തിരിച്ച് ജനങ്ങളെ കൂടുതലായിട്ട് ഒരു മാസ് അപ്പീൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. മറ്റൊന്നെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ അഭിഷേക് ബാനർജി പോലെയുള്ള ഒരാളെ മാറ്റണം എന്നുള്ള പൊതു ആവശ്യത്തെ മമത അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അഭിഷേക് ബാനർജിയുടെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു പ്രവർത്തനം കൂടെ നമ്മളിതിൽ പരാമർശിക്കേണ്ടതുണ്ട്. ഐപാക്ക് പോലെയുള്ള ഒരു PR ഏജൻസിയെ നിയോഗിച്ചാണ് 2026 മമതയല്ല തൃണമൂൽ കോൺഗ്രസും അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ശരിക്കും ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ കൊണ്ടുവന്ന് നേതാക്കന്മാരെ അടക്കം വിലയിരുത്തലുകൾക്കും മാറ്റങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ശൈലിയാണ്. അതെ, ആ സമയത്ത് ഉണ്ടായിരുന്ന വെച്ചാൽ പരമ്പരാഗതമായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ പല വോട്ടർ ബേസുകളും നേതാക്കന്മാർക്കൊക്കെ വലിയ രീതിയിൽ മുറിവേറ്റിരുന്നു. ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള കലഹങ്ങൾ പല സ്ഥലത്തും ഉണ്ടായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ പ്രതിസന്ധിയൊക്കെ കൊണ്ട് വലിയൊരു തലമുറ മാറ്റം വരുന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്വത്വം തന്നെ മമത ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമേജ് തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് അഭിഷേക് ബാനർജിയുടെ നീക്കമുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിൻ്റെ ഭാഗത്തും ഉള്ളിലുള്ള മറ്റാളുകളുടെ ഭാഗത്തുമുള്ള പ്രതിഷേധമുണ്ട്. അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ പരാതികൾ നേരിട്ട് കേൾക്കാൻ അഭിഷേക് ബാനർജിയെ കുറച്ച് നാൾക്കെങ്കിലും ആവശ്യമനുസരിച്ച് മാറ്റി നിർത്താൻ മമത തയ്യാറാകുമോ എന്നുള്ളതാണ് മറ്റു ചോദ്യം. അതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ്. കാരണം അവരെ സംബന്ധിച്ച് അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഇനി അഭിഷേക് ബാനർജി ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു നേതാക്കന്മാർക്ക് പോകാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ നിലനിൽപ്പെന്നുള്ളൊരു വലിയ പ്രശ്നമാണ് രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നേതാക്കന്മാരെയും സംബന്ധിച്ച്. അപ്പോൾ അതിന് എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകളും പരസ്പരം തയ്യാറാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പം കോൺഗ്രസ്സിലും ഈ പ്രശ്നമുണ്ട്. അധീർ രഞ്ജൻ ചൗധരി മമതയുമായി ചേരുന്നതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷവുമായി ചേരുന്നതാണ് കോൺഗ്രസ്സിന് ഗുണപ്രദം എന്നാണ് പറയുന്നത്. അത് അധീർ രഞ്ജൻ ചൗധരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ്സുമായി TMC ചില തെരഞ്ഞെടുപ്പ് സീറ്റ് ധാരണയ്ക്കുള്ള ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ അതിനെ തുരങ്കം വയ്ക്കുന്നത് അധീർ രഞ്ജൻ ചൗധരിയായിരുന്നു. കാരണം ബംഗാളിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖം അധീർ രഞ്ജൻ ചൗധരിയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടാൻ അധീർ രഞ്ജൻ ചൗധരിക്ക് താല്പര്യമില്ല. ഈ വിഷയം തന്നെയാണ് അഭിഷേക് ബാനർജിയുടെ കാര്യത്തിൽ തൃണമൂലിലുമുള്ളത്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും നിലനിൽപ്പ് എന്നുള്ളൊരു പ്രശ്നം വന്നാൽ അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ മറികടക്കേണ്ടി വരും. അത്തരം ഭിന്നിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഐക്യം ഉണ്ടാക്കുന്നതും മുന്നോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ മമതയുടെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അത് TMC എന്നുള്ള നിലയ്ക്ക് മാത്രമായി കഴിയില്ല.
രണ്ട് വഴികളാണുള്ളത്. ഒന്ന് കോൺഗ്രസുമായി കുറേ കൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, നേരത്തെയുള്ള വൈരുദ്ധ്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസുമായി കുറേ കൂടെ ചേർന്ന് പ്രവർത്തിക്കുക. അത് ലയനത്തിലേക്ക് പോകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതിന് ഇനി തെരഞ്ഞെടുപ്പ് അതിന് ഒരുപക്ഷെ ഒരു പ്രോസസ്സ് എന്ന നിലയ്ക്ക് സംഭവിച്ചേക്കാം. മറ്റൊന്ന്, ഇന്ത്യ എന്ന് പറയുന്ന അലയൻസിൽ കുറേ കൂടെ ശക്തമായി, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഈ കഴിഞ്ഞ മീറ്റിങ്ങോട് കൂടി തന്നെ മമത അതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് വഴികളാണ് മമത സ്വീകരിക്കാൻ പോകുന്നത്. ഇത് സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് ബംഗാളിൽ നഷ്ടപ്പെട്ട അവരുടെ സ്വാധീനം തിരിച്ചു പിടിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മാത്രമേ തൃണമൂൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ, അവരുടെ പ്രവർത്തകരെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാൻ കഴിയുള്ളൂ. ഇത് അത്ര എളുപ്പമല്ല. CPM-ൻ്റെ പാർട്ടി വളരെ സാഹസികമായി ശ്രമിച്ചിട്ടും വലിയ തകർച്ചയാണ് അവർ നേരിട്ടത്. പിന്നെയും കോൺഗ്രസ്സാണ് അവിടെ പിടിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ നേടിയിരുന്നത്. പക്ഷേ CPM-ന് ഒരു സീറ്റ് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ശ്രമകരമാണെങ്കിലും ഈ പറയുന്ന ഈ 2 സാധ്യതകളുമായി ചേർന്ന് പോയാൽ മാത്രമാണ് ബംഗാളിൽ തൃണമൂലിന് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ബംഗാളിലെ രാഷ്ട്രീയ നാടകം തുടരുകയാണ്. മമതയുടെ പാർട്ടി TMCയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ രാജിവെക്കുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നതിനിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ച സംഘടിപ്പിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ സംഭവങ്ങൾ വളരെ കൗതുകത്തോടെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും വലിയ കൗതുകമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് ബംഗാളിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്നുകൂടി കരുതാം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.